നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 20 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾ മാറി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങളോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ ലഭിക്കുവാൻ യോഗമുണ്ട്. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള മികച്ച അവസരം ഇന്ന് കൈവരും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് വൈകാരികമായ തീരുമാനങ്ങൾ മൂലം വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാൻ ഇടയുള്ളതിനാൽ പുതിയ നിക്ഷേപങ്ങൾ ഇന്ന് ഒഴിവാക്കുക. വിദ്യാ തടസ്സം, ചന്ദ്രന്റെ സ്വാധീനത്താലുള്ള വാത കഫ സംബന്ധമായ അസുഖങ്ങൾ, അലർജി എന്നിവ അലട്ടിയേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മനഃശാന്തി കുറയുവാനും കുടുംബാംഗങ്ങളുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇന്ന് സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. രാശിനാഥനായ ചന്ദ്രന്റെ സ്വാധീനത്താൽ ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ യോഗമുണ്ട്. ദീർഘകാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ ഇന്ന് കണ്ടുമുട്ടും. വാക്ശുദ്ധി, സംസാര ചാതുര്യം എന്നിവയാൽ എല്ലാവരെയും ആകർഷിക്കാൻ സാധിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി കടന്നുവരുവാൻ ഇന്ന് സാധ്യത കാണുന്നു. ശരീരത്തിലെ ദ്രവങ്ങളെ സ്വാധീനിക്കുന്ന ചന്ദ്രന്റെ മാറ്റം മൂലം വാദം, പിത്തം, കഫം എന്നിവ വർദ്ധിക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. വൈദ്യസഹായം തേടുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിലിടത്ത് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഈ സാധ്യതയുണ്ട്. ആരോഗ്യം വളരെ മെച്ചപ്പെടും. മികച്ച ഭക്ഷണസുഖം ലഭിക്കും. വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജീവിത പങ്കാളിയുമായി മാനസികമായ ഐക്യത്തോടെ നല്ലൊരു സമയം ചെലവഴിക്കുവാൻ സാധിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വലിയ മാനഹാനിക്ക് കാരണമായേക്കാം. അതിനാൽ നല്ല സൗഹൃദങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. അപരിചിതരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ നഷ്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശത്രുക്കളെ പൂർണ്ണമായി അതിജീവിക്കുവാനും നിയമപരമായ കാര്യങ്ങളിൽ തിളക്കമാർന്ന വിജയം നേടുവാനും ഇന്ന് സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഉല്ലാസയാത്രകൾ പോകുവാനും ഭൂമി ഇടപാടുകളിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ മികച്ച മാനസിക പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണിത്. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കുവാൻ മികച്ച അവസരം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കടുത്ത തൊഴിൽ ക്ലേശം അനുഭവപ്പെടുകയും പ്രവർത്തനമാന്ദ്യം ഉണ്ടാകുകയും ചെയ്യും. നേത്ര സംബന്ധമായതും ശിരോസംബന്ധമായതുമായ രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകാം. ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ എന്നിവരുമായി അനാവശ്യ കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ എന്നിവരുമായി വലിയ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകും. കാർഷിക മേഖലകളിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പാലിക്കുക. നേത്രരോഗമുള്ളവർ കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സന്ദർശിക്കുവാനുമുള്ള അവസരം ലഭിക്കും. വലിയ ധനപരമായ നേട്ടവും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മാന്യതയും അംഗീകാരവും ഉണ്ടാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.